ഹായ്, സുജിത് ഭക്തന്റെ ഒരു വാർത്ത കാണാനിടയായി. സുജിത് ഭക്തൻ ഒരു വീഡിയോ റിയാക്ട് ചെയ്തിരിക്കുന്നതാണ്. സാധാരണ എന്തെങ്കിലുമൊക്കെ വായ്ത്താളം മേടിച്ചിട്ട് എപ്പോഴും കെണിപ്പെടുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത്തവണത്തെ ഈ വീഡിയോ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇത് റിയാക്ട് ചെയ്യാൻ എടുക്കുന്നത്. മാത്രമല്ല രണ്ട് പൊട്ടിക്കണമെന്നുള്ള മനസ്സെനിക്ക് ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. നമ്മളെ രാജ്യം എന്താണെന്നും രാജ്യത്തിന്റെ പ്രിവിലേജ് എന്താണെന്നും രാജ്യത്തിന്റെ ഒരു പൗരൻ എന്ന നിലയിൽ ഒരാൾക്കൊരു ബോധമില്ലാതെ ഒരു കാര്യം പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. കാരണം പൊട്ടക്കിണറ്റിലെ തവളകൾ അലയ്ക്കുന്നതിൽ നമുക്കൊന്നും പറയാറില്ല. അവർ പൊട്ടക്കിണർ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതേസമയം ലോകം സഞ്ചരിച്ച് മറ്റ് രാജ്യങ്ങൾ സന്ദർശിക്കുകയും ഈ മറ്റ് സംസ്കാരങ്ങളെ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തി ഇതുപോലെ പൊട്ടത്തരം പറയുന്നവന്റെ ഉള്ളിലുള്ള സംഗീസം ഉള്ളത് കൊണ്ടാണ്. അവൻ സംഖ്യയാണെന്നുള്ള തർക്കമില്ല. കാരണം പണ്ട് അയോധ്യയിൽ പോയിന്നുണ്ട്, അവിടെ നിന്നുകൊണ്ട് ഭയങ്കര പട്ടിഷോയൊക്കെ കാണിച്ചതാണ്. അത് ഒരു വിഭാഗം ജനതയുടെ ഫീലിംഗ് ആണെന്ന് മനസ്സിലാക്കാതെയാണ് ആ പട്ടിഷോ അവിടെ കാണിച്ചത്. പിന്നെ ഫാമിലി ആയിട്ടൊക്കെ പോയത് കൊണ്ടാണ് ഞാൻ എന്ന വിഷയം എടുക്കാതെ വിട്ടിട്ട് പോയത്. കാരണം കോമൺ സെൻസ് എന്ന് പറയുന്നത് ഒരു ഗിഫ്റ്റാണ്. അതില്ലാത്ത ഒരുത്തൻ പല കോലങ്ങളും കാണിക്കും. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ അവൻ അങ്ങനെ പല കോലങ്ങളും കാണിക്കും. അവൻ്റെ റവന്യൂ അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ ഒരു കാര്യം സുജിത് ഭക്തൻ മനസ്സിലാക്കുക, താങ്കൾ ഈ ചെയ്യുന്ന വൃത്തികേട് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ താഴെ വന്ന കമന്റ്സ് ഒക്കെ കണ്ടാൽ ഒരു കാര്യം ബോധ്യപ്പെട്ടു, സുജിത് ഭക്തനേക്കാൾ മണ്ടന്മാർ നമ്മുടെ രാജ്യത്ത് ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ രാജ്യം അവഹേളിക്കപ്പെടുകയാണ് ചെയ്തത്. അതിൽ തർക്കമേ ഇല്ല. അത് മനസ്സിലാക്കണമെങ്കിൽ കോമൺ സെൻസ് വേണം. ആ കോമൺ സെൻസ് ഇല്ലായ്മ കൊണ്ടാണ് വായ്ത്താരി അടിക്കണം. പുള്ളിക്കാരൻ കമ്പാരിസൺ നടത്തുന്നത് ഇവിടുന്ന് രണ്ടുപേരെ പിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇവിടെ രജിസ്ട്രേഷൻ നടത്തി വീടൊക്കെ വെച്ച അവരെയാണ് കമ്പാരിസൺ നടത്തുന്നത്. നമുക്ക് കുറച്ച് ഭാഗം നമുക്കൊന്ന് കേൾക്കാം. അമേരിക്കയിൽ നിന്ന് കുറെ ഇന്ത്യക്കാരെ നാട് കടത്തി, അത് കുറച്ച് മോശമായ രീതിയിലാണ് നാട് കടത്തിയത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മാധ്യമങ്ങളെല്ലാം വാർത്ത ചെയ്യുന്നത്. അത് കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രമല്ല, നാഷണൽ ലെവലിൽ ഉള്ള മാധ്യമങ്ങളെല്ലാം ഈ ഒരു കാര്യം തന്നെയാണ് വാർത്ത ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് രണ്ട് രീതിയിലാണ് വാർത്തകൾ വരുന്നത്. ഒന്ന്, അമേരിക്കയിൽ നിന്ന് അനധികൃതമായിട്ട് പോയ ഇന്ത്യക്കാരെ നാട് കടത്തിയെ സംബന്ധിച്ചുള്ള വാർത്ത. രണ്ടാമത്തെ വാർത്ത എന്ന് പറയുന്നത് അത് അവർ നാട് കടത്തിയ രീതി തെറ്റായി പോയി. അതിന് ആ ഒരു തെറ്റായി പോയത്, അതായത് മനുഷ്യത്വരഹിതമായിട്ടുള്ള രീതിയിൽ കൈകാര്യങ്ങൾ ബന്ധിച്ചാണ് അവർ നാട് കടത്തിയത്. അപ്പോൾ അതിന് ഗവൺമെന്റ് ഒന്നും പ്രതികരിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വാർത്ത. ആ ഒരു കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് പറയാനില്ല. കാരണം അമേരിക്ക ചെയ്തത് കുറച്ച് മോശമായി പോയി. കുറച്ചുകൂടെ മാനസിക പരിഗണന കൊടുക്കായിരുന്നു. ഈവൻ തോ അവർ തെറ്റ് ചെയ്തവരാണ്, അവർ മാപ്പറിയിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് കുറച്ചും കൂടെ മാനസിക പരിഗണന കൊടുത്ത് ഇപ്പൊ കൈകാലുകളൊക്കെ ബന്ധിച്ച് ഒരു യുദ്ധവിമാനത്തിൽ പറഞ്ഞു വിടുക എന്ന് പറയുന്നത്, യുദ്ധവിമാനത്തിൽ വിട്ടോട്ടെ, പക്ഷേ കൈകാലുകളൊക്കെ ബന്ധിച്ച് പറഞ്ഞു വിടുക എന്ന് പറയുന്നത് കുറച്ച് ക്രൂരതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. ഒരു രാജ്യത്ത് ആ രാജ്യത്തിന്റെ എല്ലാ നിയമങ്ങളും തെറ്റിച്ചുകൊണ്ട് അനധികൃതമായിട്ട് കടന്നുകൂടി അവിടെ അനധികൃതമായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ തെറ്റായിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട രണ്ട് വാർത്തകൾ ഞാൻ പറയാം. ആക്ച്വലി ഒന്ന്, ഇവിടെ എറണാകുളത്താണ് ബംഗ്ലാദേശ് കുടുംബം. ബംഗ്ലാദേശ് ഭയങ്കര ക്രൈമാണ് കാണിക്കുന്നത്, പറയുന്നത് ഒരു ക്രൈമോ അല്ല, ഒന്നുമല്ല. ആ വാർത്ത ക്രൈം ആകുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വന്ന് കുടിയേറി താമസിക്കുന്നു എന്നതിലല്ല, ഫോർജറിക്കാ. അതൊരു ക്രൈം തന്നെയാണ്. ഈ വന്നവരെത്ര ഫോർജറി നടത്തി? അവരവിടുത്തെ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഇത് ചെയ്തോ? എങ്കിൽ പിന്നെ അവിടെ തന്നെയല്ലേ നിൽക്കുക? അവർ ജയിലല്ലേ കിടക്കേണ്ടത്? പകരം അവർ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സ് ആയതുകൊണ്ടല്ലേ ഇന്ത്യയിലേക്ക് പറഞ്ഞു വിട്ടത്. എന്തിനോടെ മാച്ചപ്പ് ചെയ്യണമെന്ന് ഇതിന് വ്യവസ്ഥയില്ല. പിന്നെ ഇതിനെ അങ്ങോട്ട് ന്യായീകരിച്ചുകൊണ്ട് വിപുലതമായിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിനെ നാണം കെടുത്തുന്നു, നമ്മുടെ നാടിനെ നാണം കെടുത്തുന്ന ഇവരാണ് എന്ന്. അതിൽ മെജോറിറ്റി ഒരുപാട് പേര് 30 ലക്ഷം രൂപയൊക്കെ കൊടുത്തിട്ട് ഒരു ജോലി സാധ്യതയ്ക്ക് വേണ്ടിയിട്ട് അവിടെ പോയവരും പെട്ടുപോയവരുണ്ട്, പൈസ പറ്റിച്ചവരുണ്ട്, ഒത്തിരി പേരുണ്ട്. അങ്ങനെ ഒരുപാട് പേർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. ഇപ്പം തന്നെ ഒത്തിരി വിസ തട്ടിപ്പൊക്കെ നടക്കുന്നത് ഈ അമേരിക്കയിലേക്ക്, UK, കാനഡ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വിസ കൊടുക്കാന്ന് പറഞ്ഞിട്ട് വിസ തട്ടിപ്പുകൾ നടക്കുന്നു. അതിൽ കൂടെ ശക്തമായി ഒരുപാട് പേര് പറ്റിക്കപ്പെടുന്നുണ്ട്. അതിനെതിരെ ശക്തമായ ഒരു നടപടി ഇപ്പോഴും ഗവൺമെന്റ് എടുക്കുന്നില്ല. നമുക്ക് ഇപ്പോഴും കാണാവുന്ന ഒരു വാർത്തയാണ് വിസ തട്ടിപ്പിൽ അവരെ പിടിച്ചു, വിസ തട്ടിപ്പിൽ അവരെ പിടിച്ചു എന്ന്. ഇത് നിത്യേന നടക്കുന്നുണ്ട്. അതിനെതിരെ കർശന നിയമം കൊണ്ടുവന്നാൽ ഇവിടുന്ന് ആരും അങ്ങോട്ട് പോകത്തില്ല എന്നുള്ളതാണ് വസ്തുത. പിന്നെ ഒരു രാജ്യത്തെ പൗരൻ ഇതുപോലെ ഇങ്ങനെയൊരു ബുദ്ധിമുട്ടിൽ മറ്റൊരു രാജ്യത്ത് കടിച്ചു തൂങ്ങണമെങ്കിൽ ആ രാജ്യം അത്രത്തോളം ബുദ്ധിമുട്ടിലാണെന്നാണ് അർത്ഥം. അതും പ്രത്യേകിച്ച് മോങ്ങിയുടെ സ്വന്തം നാടായ ഗുജറാത്തിൽ നിന്നാണ് ആളുകൾ പോയത്. അവിടേക്ക് തന്നെയാണ് ആളുകളെ കൊണ്ടുവന്ന് തള്ളിയത്. ഇത് അവിടെ ഇറക്കാൻ ആളില്ലാത്തത് കൊണ്ടാണ് പഞ്ചാബി കൊണ്ടുവന്ന് ഇറക്കിയത്. എന്ത് തന്നെ ആയാലും വല്ലാത്ത തരം ജന്മമാണ് എന്നുള്ളത് തെളിയിക്കുകയാണ് ഈ സുജിത് ഭക്തൻ. ഇയാള് രാജ്യം മുഴുക്ക സഞ്ചരിച്ചിട്ടും ഇയാൾക്ക് ബോധം വളർന്നിരുന്നില്ല എന്നുള്ളതാണ്. ഇതിനേക്കാൾ എത്രയാണ് മറ്റേ ഒരു ചാനലുകാരനുണ്ടല്ലോ, പുള്ളി പിന്നെയും ബോധ നിലവാരം ഉയർന്നു എന്നാണ്. കാരണം കുറേയധികം സംസ്കാരങ്ങൾ, കുറേ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ബോധ നിലവാരമുണ്ട്. അത് കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്യപ്പെടും. ബിക്കോസ് നമ്മൾ പൊട്ടക്കണ്ടിലെ തവളകളല്ല. പുറത്തേക്കൊക്കെ പോകുന്നു, മറ്റു രാജ്യങ്ങൾ കാണുന്നു, മറ്റുള്ളവരുടെ സംസ്കാരം കാണുന്നു. അപ്പം നമ്മൾ ചേഞ്ചസ് വിൽ ബി ഹാപ്പൻ. അതൊന്നും തന്നെ ഇല്ലാത്ത ഒരു പട്ടുപൊട്ടനായിട്ടാണ് സുജിത് ഭക്തനെ എനിക്ക് ഈ ഒരു വിഷയത്തിൽ മനസ്സിലായി. മാത്രവുമല്ല, ഒരു രാജ്യത്തിന്റെ ഫീലിങ്സ് ആണ്, ഒരു രാജ്യത്തിന്റെ ഏറ്റവും വൈകാരികമായ ഒരു വിഷയത്തിലാണ് അവൻ കൈവച്ചിരിക്കുന്നത്. എന്നിട്ട് അത് വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ക്രിമിനൽസ് എന്ന് വിളിക്കുകയാണ്.
എടോ പൊട്ട, അത് കുടിയേറ്റക്കാരൊന്നുമല്ല, അവ അവിടെ സ്ഥിരതാമസത്തിന് പോയതുമല്ല. അവർക്ക് അങ്ങനെ ഒരു ഗതികേട് വന്നു, അവിടെ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു. കാലങ്ങളോളം അവർക്ക് ആ സർട്ടിഫിക്കറ്റിൽ അവിടെ നിൽക്കാൻ പറ്റുമോ? എന്തുകൊണ്ട് അവരെ പറഞ്ഞു വിട്ടു എന്നുള്ളത് ചിന്തിക്കണ്ടേ? അവർ ക്രിമിനൽസ് അത്രേ. അത് സംഘം ചെയ്ത അതെ നിന്റെ അച്ഛനെ ആരെങ്കിലും തല്ലി കൊന്ന എന്താണ് അവർ ചെയ്ത ക്രൈം? നീ എന്തിനാ അവരെ ക്രിമിനൽസ് എന്ന് വിളിക്കുന്നത്? അതെന്ത് വൃത്തികെട്ട സംസാരമാണത്? അപ്പൊ ക്രിമിനൽസിന്റെ മീനിങ് എന്തെന്ന് നിനക്ക് അറിയത്തില്ലേ? നീ രാജ്യം തോറും സഞ്ചരിക്കുന്നുണ്ടല്ലോ, നിനക്ക് പെട്ടെന്ന് പാസ്പോർട്ട് നഷ്ടപ്പെട്ടു, നിനക്കത് റിക്കവർ ചെയ്ത് കിട്ടുന്നിടം വരെ നീ അവിടെ ഓവർ സ്റ്റേ ആകുന്നു. അങ്ങനെയാണെങ്കിൽ നീ ക്രിമിനൽ ആകുമോ? നീ പോകുന്ന വഴിക്ക് നിന്റെ പാസ്പോർട്ട് ആരെങ്കിലും പിടിച്ചു കുറച്ചുകൊണ്ട് ഓടിപ്പോയി, നിനക്കൊരു 15 ദിവസത്തെ വിസയേ ഉള്ളൂ. 15 ദിവസം കഴിഞ്ഞിട്ട് നിനക്ക് എന്റെ പാസ്പോർട്ട് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ യു ആർ ഓവർ സ്റ്റേയിങ് ദർ വിത്തൗട്ട് എനി ഡോക്യുമെന്റ്. നീ അവിടെ നിൽക്കുകയാണ്. അപ്പൊ നീ എന്താ ക്രിമിനൽ ആണെന്ന് പറയുമോ? എന്ത് വർത്തമാനമാണാടാ പറയുന്നേ? പല രാജ്യങ്ങളിലും എത്ര ഇന്ത്യക്കാരും മറ്റൊക്കെ ജോലി ചെയ്യുന്നു. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ പൊതുമാപ്പ് എന്ന് പറഞ്ഞ് അവർ ഒരു സംഭവം വരും. എന്താണ് പൊതുമാപ്പ്? അതായത് ആ രാജ്യത്ത് അനധികൃതമായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആ അനധികൃതമായിട്ട് നിൽക്കുന്നതിന് നിങ്ങൾക്ക് ശിക്ഷയുണ്ട്. വെറുതെ അല്ല, ശിക്ഷയുണ്ട്. ഓരോ രാജ്യത്തിന്റെ ശിക്ഷ വ്യത്യസ്തമാണ്. ചില ആളുകൾ ജയിലിൽ പിടിച്ചിടും, ചില ആൾക്കാർ അവർ ഡിറ്റൻഷൻ സെന്ററിൽ കൊണ്ടിടും. ചിലപ്പോൾ ഫൈൻ ഉണ്ടാവും, ചിലപ്പോൾ ഓവർ സ്റ്റേക്ക് അത് ഓരോ ദിവസത്തിന് 8000 രൂപ എന്ന് പറഞ്ഞൊരു ഫൈൻ ഉണ്ടാവും. ചിലപ്പോൾ അവർ തിരിച്ചു കയറ്റി വിടും. അപ്പോൾ ഓരോ രാജ്യത്തിനും ഓരോ ഫൈനാണ് അല്ലെങ്കിൽ ഓരോ ശിക്ഷയാണ്. ആ ശിക്ഷയിൽ ഇളവ് നൽകി പൊതുമാപ്പ് നൽകി അവരെ നാട്ടിലേക്ക് തിരിച്ചയക്കുക എന്നുള്ളതാണ് ഈ പൊതുമാപ്പ് എന്ന് പറഞ്ഞ പരിപാടി. അപ്പൊ ഈ അമേരിക്കക്കാർക്ക് ഇത്ര നാൾ അവരെ ഡിറ്റൻഷൻ സെന്ററിൽ ഇട്ടിരുന്നായിരിക്കണം. അപ്പൊ അവരെ അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് നാട് കടത്തി വിട്ട പ്രക്രിയയാണ് ഇപ്പോൾ അവിടെ നടന്നിരിക്കുന്നത്. അവര് ഈ പറഞ്ഞ പോലെ ഒരു ജോലി നേടി പോയ ഓരോ ടൂറിസ്റ്റായിട്ട് പോയവരൊന്നും അല്ല, അവർ അനധികൃതമായിട്ട് അമേരിക്കയിലേക്ക് പോയ ആൾക്കാരാണ്. ഈ തിരിച്ചു വന്ന ചുറ്റി കാണാൻ പോയതാ. എത്ര ബോധമുണ്ട് അവന്, എത്ര ബോധമുണ്ട്. ആൾക്കാരെ ഗ്ലോറിഫൈ ചെയ്യേണ്ട ഒരു കാര്യം പോലും ഇവിടുത്തെ ഒരു മാധ്യമങ്ങൾക്കും ഇല്ല, ഒരു മനുഷ്യനും ഇല്ല. മാധ്യമങ്ങൾ എന്ത് ചെയ്യണമെന്ന് നീയാണ് പറയുന്നത്. നിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്തരടാ? മാധ്യമ പ്രവർത്തകർ എന്ത് ചെയ്യണമെന്ന് ഇവനാണ് നിശ്ചയിക്കുന്നത്, ഇവനാണ് പറയുന്നത് കേട്ടോ. ഓരോ മനുഷ്യര് ഓരോരുത്തരുടെ ക്വാളിഫിക്കേഷൻ എടുത്ത് വെച്ച് നോക്ക്. ഇനി അവരുടെ ധർമ്മം ഇവൻ പഠിപ്പിക്കും, ഇവനാണ് കോടതി, ഇവൻ നിശ്ചയിക്കും ആരും ഗ്ലോറിഫൈ ചെയ്യേണ്ടെന്ന്. രാജ്യത്തെ പൗരനെ അപമാനിച്ചാൽ അത് ഗ്ലോറിഫൈ ചെയ്യണമോ അതിനെതിരെ സംസാരിക്കണമോ എന്നൊക്കെ ഒരു രാജ്യത്തെ പൗരന്റെ ധാർമ്മിക ബോധമാണ്. നിനക്കതില്ലാത്തത് നിന്റെ ഉള്ളിലുള്ള സംഘിസമുള്ളത് കൊണ്ടാണ്, ആ സംഘി ബുദ്ധി കൊണ്ടാണ് നീ അത് പറയുന്നത്. ഓരോ സംഘിയും രാജ്യദ്രോഹിയാണെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. നീയൊക്കെ രാജ്യത്തിനെ സംരക്ഷിക്കുമെന്ന് പറയണം, വിശ്വസിക്കണം അല്ലേ? ഞങ്ങള് ഇതാണ് രാജ്യദ്രോഹി. മനസ്സിലാക്കാം. ഒരു കാര്യത്തിൽ ഞാൻ അംഗീകരിക്കുന്നു, അവരെ വിലം കണിയിച്ചും കൈകാലുകൾ ബന്ധിച്ചു നോക്കിയാണ് കൊണ്ടുവന്നുണ്ടെങ്കിൽ അത് തെറ്റായിട്ടുള്ള കാര്യമാണ്, അത് മോശമായി. വലിയ സൗജന്യമാണ്. അവരെ തിരിച്ചറിയുന്ന വിമാനത്തിൽ അയച്ചാൽ മതി. അതിലും മറ്റേ പട്ടാള വിമാനമാണെന്നുണ്ടെങ്കിൽ പോലും അത് നടപടിക്രമങ്ങൾ എളുപ്പത്തിലാക്കാൻ വേണ്ടിയാണെന്ന് പറയുന്നു. അതിലായിരിക്കും ഒരു തെറ്റില്ല. പക്ഷേ കൈകാലുകൾ അയച്ചു ബന്ധിപ്പിച്ചു അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഈ തിരിച്ചു വരുന്ന ആൾക്കാരെ യാതൊരു തരത്തിലും ഇന്ത്യ ഗവൺമെന്റ് അവരെ പുനരധിവസിപ്പിക്കാനോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്കും അവരെ സഹായിക്കാനോ പറ്റുമോ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇവർ നമ്മുടെ നാട് വിട്ട് വേറൊരു രാജ്യത്തേക്ക് ചേക്കേറുന്നതിന് വേണ്ടി മൈഗ്രേറ്റ് ചെയ്യുന്നു. ശരിയാ കേട്ടോ. ഇനിയിപ്പോൾ അവരെങ്ങ് തൂക്കി കൊല്ലണം. നീ ഒരു കാര്യം ചെയ്യ്, നീ ഒരു കോടതി അങ്ങോട്ട് ഉണ്ടാക്കുക, എന്നിട്ട് ഇരുന്നുകൊണ്ട് വായത്താളോടിക്കും. ഇതിനെതിരെ സംസാരിച്ച എല്ലാ മാധ്യമ പ്രവർത്തകരെയും തൂക്കി അങ്ങോട്ട് കൊല്ല്, അവരെയും അങ്ങോട്ട് തൂക്കി അങ്ങോട്ട് കൊല്ല്, എന്നിട്ട് നീ അങ്ങ് പ്രഖ്യാപിക്ക്. ഇതാണ് ഇവിടുത്തെ നിയമം. എത്രയോ ലക്ഷം ആൾക്കാർ വരാനിരിക്കുന്നു, അത്രയും പേര് അവിടെ ഉണ്ട്. ഒരു രാജ്യത്ത് നിന്ന് ഒരു മനുഷ്യർ, അതായത് പൗരന്മാർ പുറം രാജ്യത്തേക്ക് ജോലി തേടി പോയിട്ടുണ്ടെങ്കിൽ മാൻ പവർ കപ്പാസിറ്റിയാണ് അങ്ങോട്ട് കൊടുക്കുന്നത്. നമ്മുടെ മാൻ പവറാണ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത്. അതിന് കൃത്യമായ രേഖകളില്ലാതെ അവിടെ തങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അവരെ റിക്കവർ ചെയ്ത് കൊണ്ടുവരികയും ഇനി പോകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ ആ രീതിയിൽ സപ്ലൈ ചെയ്യുകയും ചെയ്യുന്നതാണ് ഒരു രാജ്യത്തെ ഭരിക്കുന്ന അവിടുത്തെ ആ ഭരണാധികാരിയുടെ ശരിക്കുള്ള കാര്യസ്ഥത. ഇത് കെടുകാര്യസ്ഥതയാണ്. വന്നവരെ ഇൻസൾട്ട് ചെയ്യണം, ഇനി അവരെ മൈൻഡ് ചെയ്യണ്ട, അവരെ ഇഗ്നോർ ചെയ്യണ്ട, അവരെ പാടിന് ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ സാമ്പത്തികമായും പുരോഗമനപരമായും ഉന്നതിയിലേക്ക് പോയ ഗുജറാത്തിൽ നിന്ന് ആദ്യം പോയത്. ഇവിടെ കേരളത്തിൽ നിന്നും അല്ലെന്ന് ഓർത്തോണം. ഇതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ദുബായ്, ഷാർജ അങ്ങനെയൊക്കെ ഉള്ള നാടുകളിൽ നിന്ന് ഒരുപാട്, സൗദിയിൽ നിന്നൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട് ഓവർ സ്റ്റേ ആയിട്ട്. ഒത്തിരി പേര് ഓവർ സ്റ്റേ നിന്ന് നമ്മുടെ പൈസ ഇല്ലാത്തതുകൊണ്ട് റിന്യൂ ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് നാട്ടിൽ വന്നാൽ കടം വീട്ടാൻ വയ്യാത്തതുകൊണ്ട് അവസ്ഥ കേടുകൊണ്ട് പലരും അവിടെ അങ്ങനെ ഓവർ സ്റ്റേ അടിച്ച് നിൽക്കുന്നുണ്ട്. അവർക്ക് പൊതുമാപ്പ് കൊടുക്കുന്നുണ്ട്. പൊതുമാപ്പാ കൊടുക്കുന്നേ. അവർക്ക് നാട്ടിലേക്ക് പോകാനുള്ള ഫ്രീ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ആ പാസ്പോർട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. എന്താന്ന് വെച്ചാൽ അവിടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്ത് നോക്കും, ആളുടെ ഡീറ്റെയിൽസ് അവിടെ കിട്ടും, ആളെ വണ്ടി കയറ്റി ഇനി വിടും. പിന്നെ ഇത് ടിക്കറ്റ് എടുക്കാനുള്ള പൈസ ഉണ്ടെങ്കിൽ ഈസി ഗോ, നമ്മളെ പാസഞ്ചേഴ്സ് വണ്ടിയിലാണ് പറഞ്ഞു വിടുക. എന്തിനധികം ഇവിടെ ഇപ്പോൾ കോടതികളിലേക്ക് നമ്മൾ കുറ്റവാളികളെ കൊണ്ടുവന്ന് ക്രിമിനൽസിനെ കൊണ്ടുപോകും. അവിടെ കോടതി വാരാന്ത വരെ കയ്യിൽ വിലങ്ങിടാൻ പാടുള്ളൂ, കാലിലല്ല കയ്യിൽ വിലങ്ങ് അവിടം വരെ പാടുള്ളൂ. അതിനകത്തേക്ക് കയറ്റാൻ ഒക്കില്ല. കോടതിക്കകത്തേക്ക് നിങ്ങൾ വിലങ്ങ് വെച്ചോണ്ടൊന്നും കയറ്റാൻ ഒക്കത്തില്ല. എങ്കിൽ അത് ക്രൈമാ, പോലീസുകാരുടെ പണി തെറിക്കുന്ന കേസാ. ആ വിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്ന പോലീസുകാരുടെ സെക്യൂരിറ്റിക്കാണ്. ഇതേപോലെ തന്നെ പൊട്ടം മാത്യു വരുന്നുണ്ട് പറയുന്നുണ്ടായിരുന്നു. അത് അവരുടെ ക്രിമിനൽസ് ആണ്, അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. നീയും പൊട്ടം മാത്യുവും കറക്റ്റാണ്, രണ്ടും കണക്കാ. നിങ്ങൾക്കത് ക്രിമിനൽസ് ആയിട്ടാണ് തോന്നുന്നത്. ഞങ്ങളുടെ നാഷണാലിറ്റി ഉള്ള ഞങ്ങളുടെ പൗരന്മാരാണ് അവര്. അവർ ചെയ്ത ക്രൈം എന്താണ്? ഓവർ സ്റ്റേ ആയതോ?
ഇല്ല, അവർ അവിടെ നുഴഞ്ഞു കയറാൻ പോയിട്ടുണ്ടെങ്കിൽ തന്നെ അത് നിങ്ങളുടെ കെടുകാര്യസ്ഥതയാണ്. നിങ്ങളുടെ ഭരണം കാത്തു സൂക്ഷിക്കുന്ന മോങ്ങിയാളിയന്റെ കെടുകാര്യസ്ഥതയാണ്. ആ രീതിയിലേക്ക് ആ മനുഷ്യരെ കൊണ്ട് എത്തിച്ചത് നിങ്ങളാണ്. ഇവിടെ പലരും ഇതുപോലുള്ള നിയമങ്ങൾ പല രാജ്യങ്ങളിലും ഉള്ളത് കൊണ്ടാണ് ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നത്. അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ ഒരു സാഹചര്യം അനുസരിച്ച് ഓടി രക്ഷപ്പെടാൻ നിൽക്കുന്നവരാണ് അധികവും. പലരും അങ്ങനെ ചിന്തിക്കുന്നവർ തന്നെയാണ് ഇവിടെ ഏറെയും. കാരണം അത്രത്തോളം ബുദ്ധിമുട്ടാണ് ഇവിടെ. എന്താണ് വിലക്കയറ്റം, എന്താണ് ജീവിക്കുന്നത്? മതത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ വേർതിരിക്കുന്നു, ഉപദ്രവിക്കുന്നു, അപരവൽക്കരിക്കുന്നു. അവരവരുടെ വിശ്വാസങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ മറ്റുള്ളവന്റെ വിശ്വാസത്തിന് തച്ചുടക്കുകയാണ്. നീ ഉൾപ്പെടെ അതല്ലേ ചെയ്തത്? ഒരു വിഭാഗം ജനതയെ കൊല്ലുകയും വെട്ടുകയും കുത്തുകയും പൊളക്കുകയും ചെയ്ത ഒരു വൃത്തികെട്ട സാധനത്തിന് പോയി നീ സപ്പോർട്ടീവായി അവിടെ പോയി നിന്നുകൊണ്ട്, അതായത് മറ്റുള്ളവർ ഇപ്പൊ ഈ എല്ലാ മതവിഭാഗത്തിലുള്ളവരും നിന്റെ വ്യൂവേഴ്സാണ്, നിന്റെ സബ്സ്ക്രൈബേഴ്സാണ്. അവരെ കൂടെ ഇൻസൾട്ട് ചെയ്യുന്നതാണല്ലേ നീ അവിടെ പോയി നിന്നിട്ട് ഞെളിഞ്ഞു നിന്നുകൊണ്ട് ഭയങ്കര പ്രൗഡ് ഫീൽ ചെയ്തത്. ഇവിടെ ഏറ്റവും വലിയ പ്രൗഡ് ഫീൽ ആയിട്ടുള്ള സാധനമാണ് അയോധ്യ. എല്ലാവരും ആ പ്രൗഡായിട്ട് ഫീൽ ചെയ്യേണ്ടതാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അപമാനമാണ് അയോധ്യ. ഇന്ത്യക്കുണ്ടായ ഏറ്റവും വലിയ അപമാനമാണ് അയോധ്യ. അത് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? അത് ഇസ്ലാം ആയതുകൊണ്ട് പറയുന്നതല്ല, പൊതുവിലതാണ്. ഒരു രാജ്യത്തിന്റെ മോണിമെന്റ് ആണ് അടിച്ചു പൊടിച്ച് നശിപ്പിച്ചു കളഞ്ഞത് നിസ്സാരമായിട്ട്. പിന്നെ നടക്കണം അടുത്തടുത്ത് ലിംഗം ഉണ്ടോ എന്ന് തപ്പിക്കൊണ്ട് മറ്റൊരാളുടെ മതത്തിനെ അവഹേളിക്കുകയാണ്. അതും ഇന്ത്യൻ രാജ്യത്തെ പൗരന്മാരുടെ അവരുടെ സപ്പോർട്ടോട് കൂടി സർവത്രവും നേടിയെടുത്ത ശേഷം അവരിപ്പോ വെറും മറ്റേ കേസുകളായിപ്പോയി. വേണ്ടി അനധികൃതമായിട്ട് പോയിട്ട് നമ്മുടെ നാടിന്റെ പേരും നമ്മുടെ നാടിനെ മോശപ്പെടുത്തിയ ആൾക്കാരാണ്. അപ്പൊ അവരെ ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഒരിക്കലും ഒരു ഗവൺമെന്റ് അവരെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അവരെ തിരിച്ചെടുത്ത് തന്നെ നമ്മൾ അവരോട് നിന്നെയാണ് സത്യത്തിൽ പറഞ്ഞ് ഇവിടുന്ന് ബോയ്ക്കോട്ട് ചെയ്യേണ്ടത്. നിന്നെ ഇവിടുന്ന് ആട് കടത്തുകയാണ് വേണ്ടത്. നീ വന്ന ഇന്ത്യൻ നാഷണൽസിനെ ഒന്നടക്കം നീ മോശപ്പെടുത്തുകയാണ് ചെയ്തത്. അതിൽ പെൺകുട്ടികളുണ്ടടാ, കൊച്ചു കുട്ടികളുണ്ടടാ, പൊടി മക്കളുണ്ട്. നീ അവരെയും കൂടെ ചേർത്താണോ പറയണ ക്രിമിനൽസ് എന്ന്? ആ പൊടി മക്കൾ എന്ത് ചെയ്തടാ? എന്ത് വൃത്തിയുടെ പറയുന്നതെന്ന് ഓർത്ത് നോക്കൂ. കാണിക്കുന്ന ഒരു ഔദാര്യമായിട്ട് വേണം അവർ കാണാനായിട്ട്. അവർ വന്നിട്ട് എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന് വേണം സത്യം പറഞ്ഞാൽ കാണാനായിട്ട്. ശരിക്കും അതുപോലും ഞാൻ ആലോചിക്കാം. ഇപ്പം എന്താ പറയുക, ഇതിനകത്ത് കുറച്ച് മലയാളികൾ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കേരളത്തിൽ തിരിച്ചു വരുമ്പോഴത്തേക്കും അവർക്ക് സ്വീകരണം, അവരെ പുനരധിവാസ പാക്കേജ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കും. ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അത് നീയല്ലേ നിശ്ചയിക്കുന്ന? നീയാണ് ഇവിടെ കോടതി, നീയാണ് ഇവിടുത്തെ മന്ത്രി, നീയാണ് എല്ലാം അങ്ങോട്ട് തീരുമാനിക്കുക. വെച്ചിട്ട് പോടാ. ഇവനാണ് എല്ലാം തീരുമാനിക്കുന്നത്, ഇവനാണ് എല്ലാം. മനസ്സിലായില്ലേ? സർവത്രം പിന്നെ സർവ്വവിജ്ഞാന കോശമാണ് അവൻ. ആദ്യം മാധ്യമപ്രവർത്തകരെ അങ്ങോട്ട് തള്ളുകയാണ്. നിങ്ങളിത് എന്തിനു റിപ്പോർട്ട് ചെയ്തെന്ന്? ഏറ്റവും വലിയ അപമാനമാണ് സംഭവിച്ചിരിക്കുന്നത്. മൃഗങ്ങളെക്കാളും കേടുകെട്ട രീതിയിലാണ് അവരെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ഈ പുട്ടുമാത്യുവും ഇതുപോലെ സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. ക്രിമിനൽസ് ആണ്, അവരെ ഉപദ്രവിച്ചു. തോക്കില്ലേ കയ്യിൽ? അങ്ങനെ ഉപദ്രവിക്കുമോ? പാസഞ്ചർ ഇതിനകത്തല്ലേ ആളുകളെ ഇങ്ങനെയുള്ളവരെ കടത്തിക്കൊണ്ടുവരുന്നത്. എയർപോർട്ട് കഴിഞ്ഞ് ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യാമല്ലോ, അങ്ങനെ ചെയ്യാമല്ലോ. അങ്ങനെ ചെയ്തോ? എന്തുമാത്രം ഇൻസൾട്ട് അവർ സഹിച്ചു കാണും. അതേ ഇരിക്കേണ്ടി വന്നു അവർക്ക്. ഇനി ഫ്ലൈറ്റ് ഇങ്ങനെ പോകുന്ന സമയത്ത് അതിനകത്ത് എന്ത് സംഭവിക്കാനാണ് ഇരിക്കുന്നത്? അത്രയും സുരക്ഷയുടെ ഒരു മാനദണ്ഡമൊക്കെ പാലിച്ചു കൊണ്ട് വരുന്നവർക്ക് അതിനകത്ത് എന്ത് സംഭവിക്കാനാണ് നാട്ടിലേക്ക് കടത്തി വിടുമ്പോൾ? ഇത് പച്ച പോക്കൃത്തരമാണ് കാണിച്ചിട്ടുള്ളത്. അത്യധികം അപമാനകരമായ ഒരു കാര്യം ചെയ്തിട്ട് അതിനെപ്പറ്റി പറയാൻ വായ്ത്താളമടിക്കുന്ന ഇവര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ഇന്ത്യൻ പൗരന്മാരും സത്യം പറഞ്ഞാൽ ഇന്ത്യയുടെ അപമാനമാണ്. രാജ്യദ്രോഹികൾക്കല്ലാതെ ഇവന്റെ ഒപ്പം ഇരിക്കാൻ തോന്നത്തില്ല. മനസ്സിലായില്ലേ? രാജ്യത്തെ പൗരന്റെ വാല്യൂ എന്താണെന്ന് അവന് അറിയത്തില്ല. ഇവന് ഇന്ത്യൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അവനൊക്കെ ഒരു പാസ്പോർട്ടും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അവൻ നിശ്ചയിക്കും അത്രേ ബാക്കിയുള്ളവർ എന്ത് ചെയ്യണം വേണ്ടാന്ന്. കാരണം അവര് അനധികൃതമായിട്ടാണ് പോയത്. ഇപ്പം നമ്മള് ഗൾഫിലൊക്കെ പോയിട്ട് ധാരാളം ആളുകൾ പറ്റിക്കപ്പെടുകയും ജോലി പോവുകയൊക്കെ ചെയ്ത് തിരിച്ചു വന്നിട്ട് നമുക്ക് വാരിക്കൂരി സഹായിച്ച ആളുകളാണ്. അങ്ങനെ കോവിഡ് സമയത്ത് വന്ന പ്രവാസികൾക്ക് ധാരാളം സഹായങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. പക്ഷെ ഒരിക്കലും അനധികൃതമായിട്ട് പോയ ഇവരെ സത്യം പറഞ്ഞ ക്രിമിനലുകളാണ്. അവരെ തിരിച്ചെടുത്തിട്ട് അവരെ ഗ്ലോറിഫൈ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. ഈ കാര്യങ്ങൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഇങ്ങനെ വാർത്തകൾ കാണുന്നതെങ്കിലും ഷെയർ ചെയ്യണം തോന്നിട്ട് നമ്മളെപ്പോഴും മറ്റൊരു രാജ്യത്ത് പോകുകയാണെങ്കിൽ അത് ലീഗലായിട്ട് പോകാൻ ശ്രമിക്കുക. ലീഗലായിട്ട് പോയി കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട്. അവരൊക്കെ തന്നെ മെജോറിറ്റി ആൾക്കാരും അവിടെ പോയത് ലീഗലായിട്ട് തന്നെയാണ്. അവിടെ ചെന്ന ശേഷമാണ് അവർ ചതിക്കപ്പെട്ടു പറ്റിക്കപ്പെട്ടു എന്ന് അവർക്ക് മനസ്സിലാകുന്നതും. പിന്നെ വേറെ നിവൃത്തിയില്ലാതെ കണ്ടിന്യൂ ചെയ്തത് ഒരുപാട് പേരുണ്ട്. അപ്പൊ എല്ലാവരെയും കൂട്ടത്തോടെ ചേർന്നവൻ ഈ മോശം പറഞ്ഞതിനോട് എനിക്ക് വ്യക്തമായ എതിർപ്പുണ്ട്. ഞാൻ എൻ്റെ എതിർപ്പാണ് ഇവിടെ പ്രകടിപ്പിച്ചത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. സുജിത് ഭക്തൻ ഇത് പല ആവർത്തിയായിട്ട് സംഗീതം പറയുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യം. ഓരോരുത്തർക്ക് അത് പറയാനുള്ള ഓരോരുത്തർക്കും ഒരു രാഷ്ട്രീയം ഉണ്ടായിരിക്കാം. പക്ഷെ അത് രാജ്യത്തെ പൗരന്മാരെ ഒന്നടങ്കം അപമാനിച്ചുകൊണ്ടാകരുത് എന്നുള്ളതാണ് വസ്തുത. ഓവർ സ്റ്റേ വരുന്നതും അതുപോലുള്ള പിന്നെ ഈ ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ വരുന്നതൊക്കെ സ്വാഭാവികമാണ്. പലർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. കുറച്ച് ദിവസങ്ങളിപ്പം എനിക്കും അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഫൈൻ അടച്ചാണ് കുട്ടിയുടെ വിസ പിന്നെ പുതുക്കി എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അവൻ ക്രിമിനൽ ആണെന്നാണോ?
അത് നമ്മളുടെ ഒരു ഫോളോ അപ്പിന്റെ കുറവ് കൊണ്ട് വരുന്ന ഒരു കാര്യമാണ്. ചില സമയങ്ങളിൽ നമുക്ക് അങ്ങനെ വരും. ഫിനാൻഷ്യൽ എല്ലാവരും ഡെവലപ്പ് അല്ല. ഇങ്ങനെ വായ്ത്താളം അടിച്ച് വായിക്കും തൂക്കിക്കൊണ്ട് ഇങ്ങനെ നടന്നു കഴിയുമ്പം ലക്ഷം രൂപ ബാങ്കിലേക്ക് കയറുന്ന ജോലിയല്ല അവർക്ക്. വിയർപ്പ് കൊണ്ട് സമ്പാദിക്കുന്നതാണ്, വിയർപ്പ് കൊണ്ട് ഉണ്ണുന്നവരാണ് അവർ. അല്ലാതെ ഇങ്ങനെ മതിച്ച് നടക്കുന്നതും വീട്ടിലെയും ബാത്റൂമിൽ പോയതും കുളിച്ചതും നനച്ചതും കാണിച്ചിട്ടല്ല അവരാരും പണം ഉണ്ടാക്കുന്നത്. അപ്പൊ അവർക്ക് അതിന്റെ മര്യാദ ഉണ്ടാവണം. നിന്നെ പോലെ അല്ല എല്ലാവരും എന്നുള്ളതാണ് വസ്തുത. ക്രിമിനൽസ് അത്രേ. ആ മനുഷ്യരെ കൊണ്ടുവന്ന് ഏറ്റവും അപമാനിക്കുന്ന രീതിയിൽ കൊണ്ടുവന്ന് ചവിട്ടി പുറത്തിറക്കിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി ഇവിടുത്തെ സർക്കാരാണ്. ആ സർക്കാരിന്റെ മോശപ്പെട്ട ആ ഒരു ഇതിനെ അനലൈസ് ചെയ്യുകയും കൃത്യമായി പറയുകയും ചെയ്ത മാധ്യമ പ്രവർത്തകരെ ഒന്നടങ്കം അവഹേളിക്കുകയും ഇവിടുത്തെ ഈ രാജ്യത്തെ പൗരന്മാരെ സംരക്ഷിക്കാൻ പാടില്ലെന്ന് രാജ്യത്തിനോട് ആഹ്വാനം ചെയ്യുകയും ചെയ്തത് ഇവർ രാജ്യദ്രോഹിയാണ്. അല്ലാതെ എന്തോ പറയുക, അവനൊരു ചെറിയ ബോധം ഉണ്ടെങ്കിൽ അങ്ങനെ പറയുമോ? അത് ശരിയായ നടപടി അല്ല എന്ന് പറഞ്ഞാൽ അത് സാധൂകരിക്കുകയാണ്. അതങ്ങനെയല്ല. അതെന്ത് ബാലൻസിങ് ആണടാ? അതൊരു ബാലൻസിങ് അല്ലല്ലോ. അതിൽ നിന്ന് വന്ന് 13 കുട്ടികളുണ്ടായിരുന്നു, പെണ്ണുങ്ങളുണ്ട്, കുട്ടികളുണ്ടായിരുന്നു, 6 വയസ്സുകാരൻ പൊടിമോൻ ഉണ്ടായിരുന്നു. അവനും ക്രിമിനൽ ആണോടാ? ആണോ? അപ്പൊ പിന്നെ നിന്റെ വീട്ടിലുള്ളതിനെയും ക്രിമിനൽ എന്ന് വിളിച്ചാൽ എനിക്കല്ല സുഖം ഉണ്ടാവുമോ? ആരെ എന്ത് പറയണമെന്നുള്ളൊരു ബോധം വേണ്ടായോ? ഒന്നാതെ സർവത്രവും നഷ്ടപ്പെട്ട് മുന്നോട്ട് എന്തെന്ന് അറിയാതെ പകച്ച് പണ്ടാരടങ്ങി വരും. നാട്ടിലെത്തുമ്പം കടം വാങ്ങിയും ധനം വാങ്ങിയും ഒക്കെ ആയിരിക്കും അങ്ങോട്ട് പോയിട്ടുണ്ടാവുക. അങ്ങനെയുള്ളവർക്ക് തിരിച്ചു വന്ന ആളുകളെ ഫേസ് ചെയ്യാൻ പോലും കഴിയത്തില്ല. അവർ മിക്കവാറും ആളുകൾ സൂയിസൈഡിന്റെ വക്കീലായിരിക്കും. നമ്മളുണ്ട് എന്നവരെ ചേർത്ത് പിടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമല്ലേ? ഓരോ പൗരനും രാജ്യത്തിന്റെ അസറ്റാണ്. രാജ്യത്തിന്റെ അഭിമാനം അവരിൽ കൂടെ തന്നെയാണ്. അവരുടെ കക്കാനും മോട്ടിക്കാനൊന്നുമല്ലല്ലോ പോയി ജോലി ജീവിക്കാനല്ലേ. നിന്നെ പോലെ മയക്കും തൂക്കി പിടിച്ചുകൊണ്ട് നാട്ടുകാരെ പറ്റിക്കാനല്ലല്ലോ പോയത്. അവർ അധ്വാനിച്ച് ജീവിക്കാൻ പോയതാണ്. അവർക്ക് അതിന്റെ സമയമാകുമ്പോൾ അവർ ഫണ്ടുണ്ടെങ്കിൽ അവരതിന്റെ രീതിയിൽ അത് ശരിയാക്കി എടുത്തുകൊള്ളും. ഇനി അങ്ങനെ പറ്റിയില്ല, ഇവർ നാട്ടിലേക്ക് വന്ന മോസ്റ്റ് വെൽക്കം. നമ്മുടെ രാജ്യം അവരെ വെൽക്കം ചെയ്യുകയാണ് വേണ്ടത്. അവർ നമ്മുടെ പൗരന്മാരാണ്. തിരിച്ചു വന്നാൽ അക്സെപ്റ്റ് ചെയ്യണം. അവർക്ക് ഇവിടെ ജീവിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കണം. നമ്മുടെ മാൻ പവറാണ് അവിടെ കൊടുത്തത്. വേണ്ടെങ്കിൽ പോടാന്ന് പറയാനുള്ള കട്സ് നമുക്കുണ്ടാവണം. അത് മൻമോഹൻ സിംഗിനുണ്ടായിരുന്നു, ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ഈ നാറിക്കില്ല എന്ന് ചോദിക്കുമ്പോൾ അതിന് കണാപിണ എന്നല്ല പറയേണ്ടത്. ഒരു രാജ്യത്തെ ഭരണാധികാരിയുടെ കെടുകാര്യസ്ഥതയാണ് ഇതിൽ കൂടെ വെളിവാകുന്നത്. 56 ഇഞ്ച് വിരിഞ്ഞ് നടന്നിട്ട് കാര്യമില്ലടാ. ഇതുപോലുള്ള കാര്യങ്ങൾ പ്രോപ്പർ തീരുമാനം എടുക്കണം. അതങ്ങനെ വാർത്താ സമ്മേളനത്തിൽ കുത്തിയിരിക്കാത്തവനാണ് ഇതിനകത്ത് വായിക്കാത്ത വാ തുറക്കൂ എന്ന് പറയുന്നത്. റബ്ബർ സ്റ്റാമ്പ് പോലെ വേറൊരെണ്ണത്തിന് അവിടെ കൊണ്ടുവന്നിരുത്തിയിട്ടുണ്ട്. ആളുകളുടെ കണ്ണിൽ പൊടിയിടുക എന്നതിനപ്പുറം ഒന്നുമല്ല. രാജ്യം പോകുന്നത് എങ്ങോട്ടാണെന്ന് നല്ല ബോധ്യമുണ്ട്. നീ ഇരുന്നുകൊണ്ട് വായ്ത്താളം അടിച്ചത് കൊണ്ട് മാത്രം മനുഷ്യരുടെ ഉള്ളിലേക്ക് ഈ വർഗീയത കയറത്തില്ലടാ. ഈ വൃത്തികെട്ട സാധനം കയറത്തില്ല. ഒരു വർഗീയ ഗവൺമെന്റാണ് നമുക്കുള്ളത്. വർഗീയത അങ്ങേയറ്റമുള്ളത്. അത് മാത്രം അറിയുന്ന ഒരു ഗവൺമെന്റ്. വേറെ രാജ്യത്തെ പൗരന്മാർക്കുള്ള ഒരു വിഷയത്തിലും അവർക്ക് താല്പര്യമില്ല. പ്രതിമ ഉണ്ടാക്കണം, ലിംഗം കണ്ടുപിടിക്കണം, അയോധ്യ ക്രിയേറ്റ് ചെയ്യണം എന്നതിനപ്പുറം രാജ്യത്തെ പൗരന്മാർ അനുഭവിക്കുന്ന ബേസിക് പ്രോബ്ലം പോലും മനസ്സിലാക്കുകയോ അതിനുവേണ്ടി ചെയ്യുകയോ ചെയ്യാത്തൊരു വൃത്തികെട്ട ഗവൺമെന്റിനെ ചൂട്ടുപിടിക്കുന്ന ഒരു വൃത്തികെട്ടവനായിട്ടാണ് എനിക്കിതിനെ മനസ്സിലായിട്ടുള്ളത്. ഈ മേലിൽ നിന്റെ വീഡിയോ ഞാൻ കാണുകയോ എൻ്റെ ചുറ്റുമുള്ളവർ കാണരുതെന്ന് ആഹ്വാനം ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അവൻ്റെ വീഡിയോ കാണാനേ പോകരുത്. കാരണം അവൻ രാജ്യത്തെ പൗരന്മാരെ മുഴുക്ക വിളിച്ചിരിക്കുന്നത് ക്രിമിനലുകളെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് മെജോറിറ്റി പോയിട്ടുള്ളവരൊക്കെ ക്രിമിനലുകളാണെന്നാണോ പറയുന്നത്? അതിനെ മാച്ചപ്പ് ചെയ്യുന്ന ഇവിടെ ബംഗ്ലാദേശിയെ പിടിച്ചതിനാണ്. ബംഗ്ലാദേശി ഫാമിലി ഇവിടെ വന്ന് ഫോർജറി നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി നമ്മുടെ നാട്ടുകാരാണ്. ഇപ്പം നമ്മളൊരു വസ്തു വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ തറ ചെക്ക് ചെയ്യും, അപ്പുറം ഇപ്പുറം ഒക്കെ ചെക്ക് ചെയ്യും. നമ്മളെ അത്രത്തോളം വെരിഫൈ ചെയ്ത ശേഷം മാത്രമേ രജിസ്ട്രേഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ ആ രജിസ്ട്രേഷൻ നടത്തി കൊടുത്ത രജിസ്ട്രാർ ഉൾപ്പെടെ ഇതിനകത്ത് പ്രതിയാണ്. അവരുടെ മാത്രം കുറ്റമല്ല, ഇവരും കുറ്റക്കാരാണ്. അത്രയും വലിയൊരു ഫോർജറിയാണ് ആ കേസ്. അതും ഇതും തമ്മിൽ മാച്ചപ്പ് ചെയ്യുന്നു. എന്നിട്ട് അവരെ മര്യാദയ്ക്കല്ലേ പറഞ്ഞു വിട്ടത്? എന്താ 2 കാലിൽ ചങ്ങലൊക്കെ ഇട്ടില്ല പട്ടിയെ തൂക്കിക്കൊണ്ട് പോകണക്കാണോ പോയത്? അനാവശ്യമായ വൃത്തികേടുകൾ രാജ്യത്തെ പൗരന്മാരെ പറ്റി പറഞ്ഞ ഇവനെതിരെ സത്യമായി നടപടി എടുക്കുകയാണ് വേണ്ടത്. താങ്ക് യു.